തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയമുറപ്പിക്കാൻ പ്രതാപൻ 8 കോടിയുടെ ഡീലുണ്ടാക്കി. ബിജെപിയുടെ കിറ്റ് വിതരണം പ്രതാപന് ചോർത്തി നൽകിയത് ബിജെപിയുടെ ഗുരുവായൂർ സ്ഥാനാർത്ഥി KC വേണുഗോപാലിനെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് പ്രതാപൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. പകൽ കോൺഗ്രസും രാത്രി ബിജെപിയുമായ TN പ്രതാപനെതിരെ വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ മണലൂർ മണ്ഡലം വിവാദങ്ങളിൽ നിറയുന്നു. ബിജെപിയുടെ കിറ്റ് വിതരണ വിവാദം കത്തിക്കയറുന്നതിനിടെ തൃശൂരിലെ UDF ക്യാമ്പിനെ പിടിച്ചുലച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വെളിപ്പെടുത്തൽ. മണലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളുമായാണ് നാട്ടിക കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫിറോസ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പ്രതാപൻ BJPയുമായി കോടികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് അദ്ദേഹം ആരോപിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ LDF വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഫിറോസ് സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ ബോംബ് പൊട്ടിച്ചത്. BJPയിൽ നിന്ന് 8 കോടി രൂപ കൈപ്പറ്റി പ്രതാപൻ വോട്ടുമറിച്ചുവെന്നാണ് ആരോപണം. TN പ്രതാപൻ പകൽ കോൺഗ്രസും രാത്രി BJPയുമാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ ഗൂഢാലോചനകൾക്ക് എന്റെ പക്കൽ രേഖകളുണ്ട്. നാട്ടികയിലും മണലൂരിലും BJPയിൽ നിന്ന് പണം വാങ്ങി വിതരണം ചെയ്തത് ഞാൻ നേരിൽ കണ്ട സത്യമാണ്, ഫിറോസ് തുറന്നടിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് BJPയുമായി ചേർന്ന് പ്രതാപൻ നാടകങ്ങൾ കളിക്കുകയാണെന്നും ഫിറോസ് ആരോപിച്ചു. അടുത്തിടെ നടന്ന BJP കിറ്റ് വിതരണവും അതിനെതിരെയുള്ള പ്രതാപന്റെ പ്രതിഷേധവും BJP നേതാക്കളുമായി ചേർന്ന് നേരത്തെ പ്ലാൻ ചെയ്തതാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഈ തന്ത്രം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. TN പ്രതാപൻ തട്ടിപ്പിന്റെ ഉസ്താദാണ്. സത്യവും അയാളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ഫിറോസ് ആരോപിച്ചു. KC വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തിയാണ് പ്രതാപൻ സ്ഥാനാർത്ഥിത്വം നേടിയത്. ബ്ലാക്ക്മെയിലിന്റെ ആളാണ് പ്രതാപൻ. KC വേണുഗോപാലിനെതിരെ എന്തോ പ്രതാപന്റെ കയ്യിലുണ്ട്. അതെന്തെന്ന് ഞങ്ങളെ പോലുള്ളവർക്ക് അറിയാം. AICCയും KPCCയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുമ്പേ പ്രതാപൻ മണലൂരിൽ ചുവരെഴുത്തും പ്രചാരണവും ആരംഭിച്ചിരുന്നു. UDF മന്ത്രിസഭ വന്നാൽ പ്രതാപൻ മന്ത്രിയാവുമെന്ന് KC വേണുഗോപാലിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിച്ചെന്നും ഫിറോസ് വെളിപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ബൂത്ത് തലം വരെ പണമെത്തിച്ച് പ്രതാപൻ വോട്ടുകൾ മറിച്ചു. പ്രതാപന്റെ മകന്റെ കാറിലാണ് പണമെത്തിച്ചത്. BJP നേതാവ് B ഗോപാലകൃഷ്ണനും പ്രതാപനും അടുത്ത ബന്ധമാണ്. ഇവർ തമ്മിൽ വ്യക്തമായ ഡീലുണ്ട്. വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണത്തിന്റെ വിവരം പ്രതാപന് ചോർത്തി നൽകിയത് B ഗോപാലകൃഷ്ണനാണ്. പ്രതാപനെ സഹിക്കാൻ തീരെ പറ്റാതായതോടെയാണ് താനെല്ലാം തുറന്നു പറയുന്നതെന്നും ഫിറോസ് പറഞ്ഞു. ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണനെ പ്രതാപൻ സഹായിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും ഫിറോസ് പറഞ്ഞു. മുൻ മന്ത്രി C രവീന്ദ്രനാഥ് LDFനായും KK അനീഷ് കുമാർ NDAയ്ക്കായും മത്സരിക്കുന്ന മണലൂരിൽ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് സ്വന്തം പാർട്ടിക്കാരൻ തന്നെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് UDFന് വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള LDFന്റെ തന്ത്രമാണിതെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു.